മാഷേ, എന്റെ മാഷിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. മാഷ് ഒറ്റയ്ക്ക് ഈ പുഴയുടെ നടുക്ക് വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആരാ പറഞ്ഞത് ഒറ്റയ്ക്കാണെന്ന്? പിന്നെ ആരാ കൂട്ടിന്? അല്ല, പോവാണോ? ഞാൻ നന്ദുമാഷെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ? മാഷിന് ഗുണമുള്ള കാര്യമാണ്. ഞാൻ നാടക ട്രൂപ്പ് നിർത്തി. നന്നായി. ഇത് തന്നെ എല്ലാരും പറയുന്നു. പക്ഷെ കലാലോകത്തുനിന്ന് വെറുകയോടെ തിരിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല. അവിടെ ഇരുന്നോ? ആ മാഷേ, പോകലേ, പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങാമെന്ന് വെച്ചു. ഐഡിയ എങ്ങനെയുണ്ട്? കഷ്ടം. ഒരു കഷ്ടവും ഇല്ല. ഇതിൽ ഞാൻ രക്ഷപ്പെടും. ഒരു 3-4 പെൺപിള്ളേരെ ഒത്തുകിട്ടിട്ടുണ്ട്. പൂവമ്പഴം. അതാണോ ബാലയുടെ പേര്? ഏയ്, പൂവമ്പഴം പെൺകുട്ടികൾ. ബാലയുടെ പേര് ഉർവശി ശാപം. കലക്കിയോ? കലക്കേണ്ടി വരും. മാഷ് കലക്കണം. അതിന്റെ രചനയും സംവിധാനവും മാഷ് തന്നെ ചെയ്യണം. മാഷ് വളരെ ഈ നാട്ടുകാരി ചെറ്റകള് മാഷിനെ പറ്റി പലതും പറയുന്നുണ്ട്. മാഷ് കൊലപാതകി ആയിക്കോട്ടെ, കള്ളുകുടിയനായിക്കോട്ടെ, ചട്ടമ്പി ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് കലയാണ് വരുന്നത്. കല വളരണം. ഈ ഉർവശി ശാപത്തിലൂടെ മാഷെ ഞാൻ വലിയ ആളാക്കും. അയ്യോ, നീ ഇവിടെ പല സ്ഥലത്ത് നടന്ന് കല വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. കൈയും കാലും കെട്ടി ഞാൻ നിലയിലെ കയത്തിലെടുത്തെറിയും. ചെറ്റ നന്ദഗോപനെ ആളാക്കാൻ നടക്കുന്നു. വളരാൻ വളവിട്ടാലും വളരാത്ത പൊറ്റ. എന്നും അവൻ ഇങ്ങനെ തന്നെയാണോടി? എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ. രാത്രി ഏതെങ്കിലും നേരത്ത് വരും. അത്താഴം ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടാ കിടക്കുക. ചിലപ്പോ കഴിക്കും, അല്ലെങ്കിൽ പട്ടിണി. ലഹരി ഒന്നും തൊടാത്ത കുട്ടിയാ. ഇപ്പൊ ബോധമുള്ള നേരമില്ല. മനസ്സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ കുടിച്ചാ മനസ്സമാധാനം കിട്ടുമോ? ഒക്കെ ശരിയാവും. ഈ പ്രായത്തില് തിരുത്താനും ഗുണദോഷിക്കാനൊക്കെ ഒരു പെണ്ണ് വേണം. നന്ദു സമ്മതിക്കുകയാണെങ്കിൽ ദാമോദരന്റെ കാല് പിടിച്ചും ഞാൻ സമ്മതിപ്പിക്കാം. അത്ര മിടുക്കിയ ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു തോറ്റതാ. ഇനി ഏട്ടൻ തന്നെ പറയൂ. ആ, വരുന്നുണ്ട്. വല്യമാമ എപ്പോഴാ വന്ന? ഉച്ചയ്ക്ക് മുമ്പേ എത്തി. നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൂടി വന്നില്ലല്ലോ. എന്ത് കോലാടാ നിന്റെ. നിന്നെ കുറിച്ച് ഞാൻ എന്തൊക്കെയാ കേക്കണേ. ആ, നീ അവിടെ ഇരിക്കേ. വേണ്ട. പഠിപ്പും വിവരമുണ്ട്. മറ്റൊരാൾ ഉപദേശിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തില് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? ഒക്കെ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് പുതിയ ഒന്നിനെ കുറിച്ച് ആലോചിക്കുക. അമ്മാമയോട് നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ പറയണതനുസരിക്കാൻ പറ്റുമോ നിനക്ക്? ബോംബെയിലെ ശേഖരന് ഞാൻ എഴുതിയിരുന്നു നിന്റെ കാര്യം. അവനൊരു ജോലി അവിടെ ശരിയാക്കിയിട്ടുണ്ട്, ഒരു കമ്പനിയിൽ. അത് വേണ്ട. ആട്ടും പാട്ടും പഠിപ്പിച്ച് മാത്രമേ നീ ജീവിക്കാൻ കണ്ടിട്ടുള്ളൂ. അതുകൂടി ഇല്ലെങ്കിൽ ഞാനില്ലമ്മേ. നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ നിനക്ക്? ഈ അമ്മയെ പറ്റി വല്ല വിചാരമുണ്ടോ? 5-6 കൊല്ലം ഈ തീ തിന്നാൻ തുടങ്ങിയിട്ട് ഞാൻ. നീ കരയല്ലേ ജാനകി. ഇതൊക്കെ അവനോട് സമാധാനമായിട്ട് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? ആ, നമ്മുടെ പൂമംഗലത്തെ ദാമോദരമേനയുടെ മൂത്ത കുട്ടിയെ കണ്ടിട്ടുണ്ടോ നീയെ? അമ്മാമ്മ എന്നോട് ഇതൊന്നും സംസാരിക്കരുത്. എടാ, ഞാൻ പറഞ്ഞ നീയൊന്നും മനസ്സിലാക്കേ. എനിക്കൊന്നും മനസ്സിലാവില്ല. 100 തവണ ഞാൻ അമ്മയോട് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾക്കെങ്കിലും ഒന്ന് വെറുതെ വിടാം. മോനെ, ഞങ്ങൾക്കില്ലട ആഗ്രഹങ്ങള്. ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ക്ഷമിക്കൂ. സായന്തനം ചന്ദ്രികാ
നീക്കണ്ട, കിടന്നോ. വെളുപ്പിന് 5:30 വണ്ടിക്ക് ഞാൻ പോവും. വീട്ടിൽ കൊയ്ത്തിന്റെ സമയാ. കിടന്നോ. എന്റെ ഹൈദ്രോസേ, നീ പാട്ടൊന്നും നിർത്തിയിട്ട് ആ ചെക്കനോട് ചായ തരാൻ പറ. രാജാ ചായ ഒന്ന് വേങ്കോട്. എടുക്കൂല്ലേ? നീ അവിടെ കഥകളിയായിട്ടാണോ ചായ കൂട്ടാണോ? കണ്ടൂടെ? കണ്ടു. നിന്റെ മുഖത്ത് നവരസങ്ങളും തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. പഠിച്ച കല മറക്കാൻ പറ്റുമോ? 6 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതാ. നീ 6 കൊല്ലം ചെരണ്ടിയതല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കലാമന്ദിരത്തിന് മുമ്പ് തന്നെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റുമല്ലോ. പോരാത്തതിന് പേരിന് മുമ്പിൽ ഒരു വാലും. കലാമന്ദിര ഹൈദ്രൂസ് എന്ന് പോരെ? വാലായിരുന്നെങ്കിൽ പുറയിലായിരുന്നു നല്ലത്. രണ്ടു ഹൈദ്രോസേ, ഓ, ഒരു ഗ്ലാസ് തന്നെ ഇത്തിരി വെള്ളവും. എന്തിനാ? തിന്നാൻ നിനക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. മറ്റവൻ പൂശാനല്ലേ, അത് പറ്റിയ ഗ്ലാസ് ഇവിടെ ഇല്ല. എടാ, 1 മിനിറ്റ് മതി. തരില്ലാന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിനൊക്കെ ആവാം. ഇതെപ്പോഴും എന്തിനാ അങ്ങനെ പേന്താൻ നടക്കുന്നത്? വെറുതെ അല്ല നീയൊന്നും ഗുണം പിടിക്കാതെ പോയത്. കലാമണ്ഡല ഹൈദരാലിയാകാൻ വന്നിട്ട് ഇപ്പൊ എച്ചിലുടയ്ക്കാനും ഗ്ലാസ് കഴുകാനും ഇടവന്നില്ലേ? നിനക്കത് വേണം, ദുഷ്ടൻ. നിന്നെ പോലെ തേരാപാരം നടക്കുന്നില്ല തണ്ടി തിരിഞ്ഞ്. 1 മാസം കൂടി കഴിഞ്ഞോട്ട്, കോടതി വിധി വന്നോട്ട്, നന്ദു ഇവിടെ തന്നെ തിരിച്ചു വരും. ഒരു സോഡ തരാമോ? ദാഹിച്ചിട്ട് വയ്യ. അത് വേണേ തരാം. എന്റെ ഒടുക്കത്തെ കൂടിയാടാ കരൾ അരിപ്പായി പോവും. പോട്ടടാ, ആർക്ക് വേണം കരള്? വരട്ടെ, കടാം. ഇന്റെ റബ്ബേ, ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ. എന്താ മാളവിക്ക് പറ്റിയത്? എന്താ കാര്യം? പറയൂട്ടി. നടക്കട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സെക്രട്ടറി സാറ്? സെക്രട്ടറി ആരാ? ദൈവം. ഞാൻ ഇത്രയേറെ ഇവിടെ ഇരുന്ന എന്ത് സംഭവിക്കുമെന്ന് അറിയണമല്ലോ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, പിടിച്ചിറക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ, നോക്കാം. എന്റെ ടീച്ചറെ, നമ്മളൊക്കെ കലാകാരന്മാരല്ലേ. ഈ കുട്ടികൾ പഠിക്കണത് ഞാനൊന്ന് കണ്ട എന്താ കുഴപ്പം? അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്കും അതെ. തന്നെ കണ്ടപ്പോ ഈ കുട്ടി പെട്ടെന്ന് നിർത്തിയത് കണ്ടില്ലേ? അത് നിങ്ങളുടെ കഴിവുകേടാണ്, ഗുരുക്കന്മാരുടെ. പിന്നെ കുറച്ച് ഈ കുട്ടിയുടെ അഹങ്കാരവും. പ്രിൻസിപ്പലിന്റെ മകൾ, വലിയ നാട്യക്കാരി. ഈ കുട്ടിയുടെ മുഖത്ത് ആ ഭാവം മാത്രമേ ഉള്ളൂ, വേറൊരു ഭാവം വിടരുന്നില്ല. പ്രകാശമുള്ള മുഖത്തെ ഭാവങ്ങളുടെ നിറം കാണാൻ പറ്റൂ. ആദ്യം ഈ കരിമുഖം ഒന്ന് മാറ്റാൻ ശ്രമിക്കേ, എന്നിട്ട് അഭ്യസിക്കേ. നടക്കട്ടെ, കൂത്ത് നടക്കട്ടെ. നന്ദഗോപൻ വന്ന് കലക്കിന്ന് പറയണ്ട. അയാള് വല്ല ഭ്രാന്തം പറഞ്ഞതിന് കുട്ടി വിഷമിക്കുന്ന എന്തിനാ? എപ്പോഴും അതെ, കാണുമ്പോഴൊക്കെ ഓരോന്ന് പറയും, ചിലപ്പോ തുറച്ചു നോക്കും. വൃത്തിയായിട്ടവന. ടീച്ചറിന് ഇതൊന്ന് കംപ്ലൈന്റ് ചെയ്തൂടെ? കംപ്ലൈന്റ് ചെയ്താ പിന്നെ കാണുമ്പോ അയാള് വല്ല തോന്നിയാസവും പറഞ്ഞാലൊന്നും ഭയന്നിട്ടാ. ഏത് നേരവും മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും. ടീച്ചർക്ക് പേടിയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം. എനിക്ക് പേടിയൊന്നുമില്ല അയാളെ. നന്നായിരിക്കുന്നു, നല്ല ഗ്രേസ്.
നന്ദി.